ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഡാൻസ് ഒക്കെ കളിച്ച് എനർജി ഹൈ ആക്കിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഇരിക്കൂ. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എല്ലാവരും പേനയും ബുക്കും ഒക്കെ എടുത്തു വെച്ച് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും സൂപ്പർ ലുക്ക് ഡിയർ മേഴ്സി തോമസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. 2 ദിവസം ഗുരുവായൂർ യാത്രയൊക്കെ കഴിഞ്ഞ് ഇന്ന് ടീച്ചറമ്മ തിരിച്ചെത്തി. അപ്പോ എല്ലാവരും വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെച്ച് 235 പേര് എത്തിയിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ളവർ വരട്ടെ, നമുക്ക് ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, ഞാൻ പറയുന്ന ഓരോ പോയിന്റ്സും കറക്റ്റ് ആയിട്ട് എഴുതിയെടുത്ത് നമ്മുടെ ലൈഫിൽ അതുപോലെ അപ്ലൈ ചെയ്യുക. നമുക്കറിയാം എപ്പോഴും ആക്ഷൻ എടുക്കണം അല്ലെ. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ എന്തുണ്ട്, ആക്ഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളെല്ലാം ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കണം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ലൈഫിലെ സക്സസിന്റെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞതാണ്, കിട്ടുന്നതെല്ലാം ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കും. പലരും എന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ടീച്ചറിനോട് ഞങ്ങൾക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പലപ്പോഴും പുസ്തകങ്ങൾ വായിച്ചിട്ട് ഒരുപാട് അറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ വട്ടപ്പൂജയാണ്. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ എങ്ങനെയാണ് ടീച്ചർ ഇത്രയും പെട്ടെന്ന് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. കാര്യം വെച്ചാൽ എന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും. യൂണിവേഴ്സിൽ അചഞ്ചലമായിട്ടുള്ള വിശ്വാസമുണ്ട്, പവർ ഓഫ് ബിലീഫ് എന്ന് പറയാം. എന്റെ യൂണിവേഴ്സ് അത് എനിക്ക് നടത്തി തരും എന്നുള്ള ആ ഒരു അചഞ്ചലമായ വിശ്വാസം കൂടിയാണ് കേട്ടോ നല്ല റിസൾട്ട് തരുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ്? അപ്പൊ ഒരുപാട് പേര് കടബാധ്യതയിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെ. അപ്പോ ഞാൻ കടബാധ്യത എന്നുള്ള വേർഡ് നെഗറ്റീവ് ആയതുകൊണ്ട് ആ വേർഡ് ഉപയോഗിക്കുന്നില്ല. തൽക്കാലം നമ്മൾ ക്ലാസ്സിൽ പറയുന്ന ഒരു ഓമന പേരുണ്ട്, ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ്. ആ ഒരു വേർഡ് ആയിരിക്കും ഞാൻ ത്രൂ ഔട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കട്ടോ, പുതിയതായിട്ട് വന്നിട്ടുള്ളവർക്ക് അറിയില്ലല്ലോ. ഓക്കെ, അപ്പൊ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് കാരണം ലൈഫിൽ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയിലാണോ നിങ്ങൾ? എത്ര ശ്രമിച്ചിട്ടും അതിൽ നിന്നും കരകയറാൻ കഴിയുന്നില്ലേ നിങ്ങൾക്ക്? അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ട കാര്യമില്ല. കാര്യം നിങ്ങൾ ഒറ്റയ്ക്കല്ല, ടീച്ചറമ്മ നിങ്ങളുടെ കൂടെ ഉണ്ട്. ആ ഒരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങിനെയൊക്കെ മറികടന്ന് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് എങ്ങനെ ഈ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ഒഴിവാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഓക്കെ, റെഡി അല്ലേ എല്ലാരും? യെസ്. അപ്പോ എന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് എന്നെ പരിചയപ്പെടുത്താം. ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് ബിസിനസ് കോച്ച്. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഓരോ സ്റ്റെപ്സും നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറുകയും അതുപോലെ തന്നെ നമ്മുടെ ആ മൈൻഡ് സെറ്റ് മാറുമ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ്, അതായത് ഈ ഒരു കടബാധ്യത മാറ്റിയിട്ട് നമുക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസിനെ അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കുക. അപ്പൊ ഈ ഒരു ക്ലാസ് ഫുള്ള് കാണണം കേട്ടോ. കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ എനിക്കും ഉണ്ടായിരുന്നു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ്. അപ്പൊ അതിനെ മറികടന്ന് ഞാൻ എങ്ങനെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിയത്, അതിനുവേണ്ടി ഞാൻ എന്തൊക്കെയാണ് യൂസ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് ഓരോന്നും പറഞ്ഞു തരുന്നത്. അപ്പൊ ക്ലാസ് ഫുള്ളായിട്ട് കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കും. ഓക്കെ, അപ്പൊ അതിലെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയാവോ? സ്റ്റെപ്പ് നമ്പർ 1 എഴുതിക്കോളൂ. ചേഞ്ച് യുവർ മണി മൈൻഡ് സെറ്റ്. പണത്തെ കുറിച്ചുള്ള നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റണം. നമുക്കറിയാം നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഈ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ഉള്ളവര് എപ്പോഴും എന്ത് ചെയ്യും, അതിനെപ്പറ്റി തന്നെ ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും. ശരിയല്ലേ? എനിക്ക് ഇത്ര രൂപ ബാങ്കിൽ അടയ്ക്കാനുണ്ടോ, എനിക്ക് ഇന്ന വ്യക്തിക്ക് ഇത്ര പൈസ കൊടുക്കാനുണ്ട്, എന്നാണോ എന്തോ ഈ ബാധ്യതകളൊക്കെ തീർത്ത് ഞാനൊന്ന് ഫ്രീ ആവുന്നത്. അതുപോലെ ചിലര് വീഡിയോയുടെ താഴെ കമന്റിലൊക്കെ എഴുതാറുണ്ട്, ടീച്ചറമ്മ ഹാപ്പി ആയിരിക്കാൻ പറയുന്നുണ്ട്. ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് ഉള്ളവർക്ക് എങ്ങനെയാണ് ഹാപ്പി ആയിരിക്കാൻ പറ്റുക എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ എപ്പോഴും ഈ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സിനെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നമ്മൾ അതിനെ കൂടുതൽ കൂടുതൽ നമ്മുടെ ലൈഫിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കും. നമുക്കറിയാം ലോ ഓഫ് അട്രാക്ഷൻ എന്താ പറയുന്നത്? നിങ്ങൾ എന്തിലാണോ ഫോക്കസ് കൊടുക്കുന്നത് ആ ഫോക്കസ് കൊടുക്കുന്ന കാര്യം കൂടുതൽ കൂടുതലേ നമ്മുടെ ലൈഫിൽ വർദ്ധിച്ചുകൊണ്ടിരും. അപ്പൊ ഏത് സമയവും ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നിന്ന് ഒരു ലോൺ എടുത്ത് അത് അടഞ്ഞിരുന്നപ്പോ അടുത്തത്, ഇങ്ങനെ നമ്മൾ ചില ആൾക്കാരെ കണ്ടില്ല, ഒരു ലോൺ എടുക്കും, അത് അടയ്ക്കാൻ വേണ്ടി അടുത്തത് എടുക്കും, അടുത്തത് അങ്ങനെ അവസാനം ഇതിന്റെ ഒരു ചുഴിയിൽപ്പെട്ട് അതിൽ നിന്ന് കരകയറാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുന്നവരുണ്ട് അല്ലെ. അപ്പോൾ നമ്മുടെ ചിന്തകൾ മാറ്റുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്ന അവസ്ഥ മാറ്റിയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, 24/7 ഹാപ്പിനെസ്സിൽ ഇരിക്കണം.
നിങ്ങൾ എന്തുകൊണ്ടാണ് ടീച്ചറമ്മ ഇഷ്ടപ്പെടുന്നത്? എപ്പോഴും ചിരിച്ച മുഖമാണ് അല്ലെ? അപ്പൊ എപ്പോഴും ചിരിച്ച് നല്ല സന്തോഷമായിട്ടിരിക്കണം, ഹാപ്പി ആയിട്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റൂ. നമ്മുടെ വൈബ്രേഷൻ ഹൈ ആകണം. ഇനി നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് അഫർമേഷൻ ആയിട്ട് എന്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതിക്കോളൂ. ഐ ആം ഫിനാൻഷ്യലി ഫ്രീ. താങ്ക് യു യൂണിവേഴ്സ്. ഐ ആം ഫിനാൻഷ്യലി ഫ്രീ. താങ്ക് യു യൂണിവേഴ്സ്. എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉള്ളതിന് നന്ദി എന്ന് മലയാളത്തിൽ എഴുതാം. ഓക്കെ. അതുപോലെ തന്നെ മണി ഫ്ലോസ് ഈസിലി ഇൻ ടു മൈ ലൈഫ്. എന്റെ ലൈഫിലേക്ക് പണം ഈസി ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി. ഇങ്ങനെ നമുക്ക് അഫർമേഷൻ ആയിട്ട് പറയാം. അപ്പൊ ഈ അഫർമേഷൻസ് പറയുന്നതുകൊണ്ടുള്ള ഗുണം അറിയാലോ. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസിൽ അത് പതിയുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ അത് റിയാലിറ്റി ആകാൻ തുടങ്ങും. നമ്മുടെ യൂട്യൂബില് സുജ ആർ മോഹൻ മണി അഫർമേഷൻസ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മണി അഫർമേഷൻസിന്റെ വീഡിയോ കിട്ടും. മലയാളത്തിൽ ടീച്ചറമ്മ ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ മണി അഫർമേഷൻസ് കേൾക്കുക. ആ വീഡിയോയുടെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇംഗ്ലീഷിലും ഉള്ള വീഡിയോയിലും ഉണ്ട്, മലയാളത്തിലും. അതിൽ ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. അവർക്ക് ഇത്ര രൂപ കിട്ടി, ഇത്ര രൂപ കിട്ടി, ഇത്ര രൂപ കിട്ടി എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യും. നമ്മൾ മണി മാനിഫെസ്റ്റ് ചെയ്യുന്നിടം വരെ നമ്മൾ സ്ഥിരമായിട്ട് അത് കേൾക്കുക എന്നുള്ളതാണ് കേട്ടോ. ഒരുപാട് പേര് 7 ലക്ഷം രൂപ ഒരു വ്യക്തി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു ക്ലാസ്സിൽ പങ്കെടുത്ത ഒരു സ്റ്റുഡന്റ് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിന്റെ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്താണ്. അദ്ദേഹം, എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 45-50 ലക്ഷം രൂപ അദ്ദേഹത്തിന് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്ത സുഹൃത്ത് സജസ്റ്റ് ചെയ്ത് കൊടുത്തു, ടീച്ചർമാരുടെ മണി അഫർമേഷൻസ് കേൾക്ക്. അങ്ങനെ കേട്ട് പുള്ളി പതുക്കെ പൈസ വരാൻ തുടങ്ങി. കംപ്ലീറ്റ് ബാധ്യതയും തീർത്ത് പിന്നെ ഇപ്പൊ എപ്പോഴും കയ്യിൽ ഒരു 50,000, 1 ലക്ഷം രൂപ അല്ലെ 1.5 ലക്ഷം രൂപ എപ്പോഴും എക്സസ് കാണുന്ന രീതിയിലേക്ക് എത്തി എന്ന് പറഞ്ഞ് ഹാപ്പിനെസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സക്സസ് സ്റ്റോറിയൊക്കെ ഓൾറെഡി നമ്മുടെ കയ്യിൽ റെക്കോർഡിങ്സ് കിടപ്പുണ്ട്. എല്ലാം കൂടെ എടുത്ത് യൂട്യൂബ് ഇടാൻ വയ്യാത്തതുകൊണ്ട് ഇടാത്താണ് കേട്ടോ. ഓരോ സക്സസ് സ്റ്റോറി ആയിട്ട് ഇട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതുപോലെ മാജിക് ക്രിയേറ്റ് ചെയ്യുന്നത് ആണ് ഈ മണി അഫർമേഷൻസ്. എല്ലാവരും അത് കേൾക്കുക. ഓക്കെ, യെസ്. ഇനി സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് സ്റ്റോപ്പ് ഫോക്കസിങ് ഓൺ ഡെറ്റ്. നിങ്ങൾ ഈ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങിലേക്ക് ഫോക്കസ് കൊടുക്കുന്നത് നിർത്തുക. ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത് നിങ്ങൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് അത് എക്സ്പാൻഡ് ചെയ്യും എന്നുള്ളതാണ്. അതായത് ചില ആളുകൾ എപ്പോഴും ഈ ഒരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സിനെ പറ്റി ചിന്തിച്ച് അവർക്കൊരു സന്തോഷമില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പം ഷിഫ്റ്റ് യുവർ ഫോക്കസ്. നമ്മൾ ഈ ഒരു ഇല്ലായ്മയുടെ ചിന്ത അല്ലെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സിന്റെ ചിന്ത വിട്ടിട്ട് എന്തിലേക്ക് ഫോക്കസ് ചെയ്യണം? അബണ്ടൻസിലേക്ക്, സമ്പൽ സമൃദ്ധിയിലേക്ക് ഫോക്കസ് ചെയ്യാം. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം നിങ്ങൾ അത്രയും സക്സസ്ഫുൾ ആയിട്ട് ഒരു ലൈഫ് ജീവിക്കുന്നതായിട്ട്. നിങ്ങൾക്ക് അറിയാമോ, ടീച്ചർമാർ ലൈഫിൽ അത്രയേറെ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയ സമയത്ത്, എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല, ജോലി നഷ്ടപ്പെട്ടു, കയ്യിൽ 5 പൈസ ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യുമായിരുന്നു എന്റെ ജീവിതം എങ്ങനെയായി തീരണമെന്ന്. ഇന്ന് ആ സ്വപ്ന ജീവിതത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഫ്രീ ക്ലാസ്സിലൂടെ ആണെങ്കിലും നമ്മുടെ ക്ലാസ്സുകളിലൂടെ ആണെങ്കിലും ലൈവിലൊക്കെ ഓരോ വീഡിയോസിലൊക്കെ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ അറിവ് പറഞ്ഞു തരുന്നത്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ അത്ഭുതങ്ങൾ ക്രിയേറ്റ് ചെയ്ത് എന്റെ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ഒക്കെ മാറ്റിയെടുത്തത് എനിക്കറിയാം. ഇതൊന്നും വലിയ റോക്കറ്റ് സയൻസ് അല്ല. ആർക്കും മനസ്സ് വെച്ചാൽ ഇതൊക്കെ നേടാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും ഒന്ന് കണ്ണടച്ചേ. എവരി വൺ ക്ലോസ് യുവർ ഐസ്. ഒന്ന് കണ്ണടച്ചിട്ട് ഒരു ബ്രീത്ത് എടുത്തു വിട്ടെ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഒരിക്കൽ കൂടെ ശ്വാസം എടുത്തു വിടൂ. ഇനി നിങ്ങൾ മനസ്സിൽ കണ്ടേ, നിങ്ങളുടെ എല്ലാ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സും ക്ലിയർ ചെയ്തായിട്ട്, എല്ലാ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ്, എല്ലാ പൈസ അടച്ചു തീർത്ത് നിങ്ങളുടെ ഡെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്തതായിട്ട് മനസ്സിൽ ചിന്തിച്ചേ. എല്ലാ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സും തീർന്നു. നിങ്ങൾ ആ ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്ക് ഇങ്ങനെ അരിച്ചിറങ്ങട്ടെ. നിങ്ങൾ വീട്ടില് ഒരു കേക്ക് ഒക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടേ. നല്ല പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിച്ചിട്ട് നമ്മള് അത് കടന്നു കഴിയുമ്പോൾ അല്ലെ ഉള്ള ആ ഒരു സന്തോഷം ഇപ്പൊ ഒന്ന് അനുഭവിച്ചേ അല്ലെ. കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നു കണ്ടേ. മനസ്സില് ലഡു ഒക്കെ മേടിച്ച് നിങ്ങളുടെ അടുത്തൊക്കെയുള്ള ഏറ്റവും നമ്മുടെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള നമ്മുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കുന്നതായിട്ട് കണ്ടേ. ഞാൻ പണ്ട് ഇങ്ങനെ ആയിരുന്നു വിഷ്വലൈസ് ചെയ്ത്. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടേ. വീട്ടിലുള്ള എല്ലാവരും ഹാപ്പിയായി, നിങ്ങളും ഹാപ്പിയായി അല്ലെ. യെസ്.
ആ സന്തോഷം ഒന്ന് അനുഭവിച്ചേ അല്ലെ. കംപ്ലീറ്റ്ലി ആ ഒരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് തീർന്നു, നിങ്ങള് കംപ്ലീറ്റ് ഓക്കെ ആയി അത്രയും ഹാപ്പിനെസ്സിൽ ജീവിക്കുന്നു. യെസ്, ഇനി എല്ലാരും കണ്ടു തുറന്നേ. പണ്ട് ഞാൻ ഇതുപോലെ എനിക്ക് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ഉണ്ടായിരുന്നപ്പോ ഇവിടെ ഒരു ബാങ്കിൽ നമുക്ക് നമ്മുടെ വീടിന്റെ ആധാരം പണയം ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യുമായിരുന്നു. നമ്മുടെ കാറിൽ, നമ്മുടെ ബലേനോ കാറിൽ ഞാൻ ഹസ്ബൻഡുമായിട്ട് പോകുന്നു. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലാണ്. അവിടെ ചെല്ലുന്നു, അകത്തേക്ക് കയറി ചെല്ലുന്നു, പൈസ നമ്മൾ അടയ്ക്കുന്നു, വീടിന്റെ ആധാരം തിരിച്ചു വാങ്ങിക്കുന്നു, അദ്ദേഹത്തോട് ഗ്രാറ്റിറ്റ്യൂഡ്, ബാങ്ക് മാനേജറുടെ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. തിരിച്ചു പോകുന്ന വഴിക്ക് ലഡു മേടിച്ച് ഇവിടെ ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ ഇവർക്ക് എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കുന്നതായിട്ടൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാം. എക്സാക്ട്ലി എനിക്കറിയില്ല മാജിക് സംഭവിച്ച പൈസ കയ്യിലേക്ക് എത്തി. അത് പൈസ കൊണ്ട് ലോൺ അടച്ചു, ആ ആധാരം തിരികെ മേടിച്ചു. തിരിച്ചു പോകുന്നതിന് എന്റെ മനസ്സിനോട് ഇങ്ങനെ പറയാം, ലഡു മേടിക്കുന്നില്ലേ, ലഡു മേടിക്കുന്നില്ലേ. എക്സാക്ട്ലി അതുപോലെ ലഡു വാങ്ങി എല്ലാവർക്കും കൊടുത്തു. അപ്പോ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന അത്രയും പവർഫുൾ ആണ് കേട്ടോ. അപ്പോ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ലൈഫിൽ നടക്കാൻ തുടങ്ങും. ഇനി സ്റ്റെപ്പ് നമ്പർ 3 പറയട്ടെ. റീപ്രോഗ്രാം യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡില് പണത്തെ കുറിച്ചുള്ള നെഗറ്റീവ് വിശ്വാസങ്ങൾ കയറി കൂടിയിട്ടുണ്ട് എങ്കിൽ, ലിമിറ്റിംഗ് ബിലീഫ്സ് എന്നാണ് അതിന് പറയുക, അത് നമുക്ക് ഫിനാൻഷ്യൽ ബ്ലോക്സ് സൃഷ്ടിക്കും. ചെറുപ്പം മുതലേ നമ്മുടെ മനസ്സിൽ പണത്തെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ളൊരു ചിന്തയാണെങ്കിൽ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഇത്തരം ലിമിറ്റിംഗ് ബിലീഫുകൾ അവിടെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ ലൈഫ് ടോട്ടലി റീപ്രോഗ്രാം ചെയ്തെടുക്കണം. നമ്മളൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് എത്താതെ കാര്യം നടക്കില്ല. പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തിനാ ഈ പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് എത്തുന്ന, നെഗറ്റീവായിട്ട് ജീവിച്ചാൽ ഇപ്പൊ എന്താണ് കുഴപ്പമെന്നൊക്കെ ചോദിക്കാറുണ്ട്. നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ ഇരിക്കുമ്പോൾ നമ്മുടെ എനർജി ഭയങ്കര ലോ ആണ്. ലോ എനർജി, ലോ വൈബ്രേഷൻ, നമുക്ക് ആഗ്രഹിക്കുന്നതൊന്നും നേടാൻ പറ്റില്ല. ഞാൻ നെഗറ്റീവ് ആയിരുന്ന സമയത്ത് എന്റെ ലൈഫിൽ എനിക്ക് വലിയ മെച്ചമൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്റെ ഫ്രീക്വൻസി ഇങ്ങനെ കൂട്ടി കൂട്ടി കൂട്ടി, ടീച്ചർമ്മ വെറുതെയാണോ ചിരിക്കുന്നത്? നിങ്ങൾ വിചാരിക്കുന്നത് വെറുതെ ചിരിച്ചുകൊണ്ട്, ചിലപ്പോൾ വിചാരിക്കും ഇവരെന്തിനാ ചിരിക്കുന്നതെന്ന് വിചാരിക്കും. നമ്മൾ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് ഹൈ എനർജിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു വൈബ്രേഷൻ ഹൈ ആക്കിയാലേ നമുക്ക് വലിയ വലിയ ഫിനാൻഷ്യൽ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ക്ലാസ് ആയിട്ടുള്ള സിൽവർ മെമ്പർഷിപ്പ് ക്ലാസ് ഓൾറെഡി നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഇന്നാണ് അതിന്റെ പുതിയ ബാച്ച്, ഫെബ്രുവരി 1 പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി 1-ാം തീയതി ജോയിൻ ചെയ്യാൻ പറ്റാത്തൊരു വിഷമിക്കേണ്ട, ഫെബ്രുവരി 5 വരെയും അഡ്മിഷൻ ഉണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കരുത്. ആസ് എർലി ആസ് പോസിബിൾ ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഫെബ്രുവരി 5 വരെ അഡ്മിഷൻ ഉണ്ട്. ഇനി ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത ക്ലാസ് നഷ്ടമാകുമെന്ന് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഡേ 6 ടീച്ചർമാർ ആ ഡേ 5 വരെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ അതില് ക്ലാസ് അറ്റൻഡ് ചെയ്ത് അതിൽ ഞാൻ പറയുന്നത് ഓരോന്നും ചെയ്ത് നിങ്ങളുടെ ആ മനസ്സിന് റീപ്രോഗ്രാമിംഗ് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ ലൈഫിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ. ഓരോ സ്റ്റുഡൻസും പറയാൻ നിങ്ങൾ കേട്ടില്ല, ടീച്ചർ എന്റെ ലൈഫിൽ അത്ഭുതം സംഭവിച്ചു, ഞാൻ ഇത് മാനിഫെസ്റ്റ് ചെയ്തു, അത് മാനിഫെസ്റ്റ് ചെയ്തു. അതുപോലെ നമുക്ക് മാറ്റം വരും. ഇനി സ്റ്റെപ്പ് നമ്പർ 4 എന്ന് പറയുന്നത് ടേക്ക് ഇൻസ്പയർഡ് ആക്ഷൻ. നമ്മൾ ആക്ഷൻ എടുക്കണം അല്ലെ. അതിനായിട്ട് നമ്മളൊരു ക്ലിയർ ഇന്റൻഷൻ സെറ്റ് ചെയ്യണം. ഐ വിൽ ബി ഡെറ്റ് ഫ്രീ ഇൻ 6 months. അടുത്ത 6 മാസം കൊണ്ട് എനിക്ക് എന്റെ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് എല്ലാം അടച്ചു തീർക്കണം. നിങ്ങൾ തന്നെ ഒന്ന് എഴുതിയിട്ടെ, ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ഉള്ളവർ എത്ര നാൾ കൊണ്ട് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യും? ഓരോരുത്തരും ചാറ്റ് ബോക്സിലേക്ക് ഇട്ടെ. ഞാനിപ്പോ ഒരു 6 months എന്ന് പറഞ്ഞു, എന്നാലും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് 6 months കൊണ്ട് തീരും തോന്നില്ല ടീച്ചർ, ഒരു 1 year വേണം. എത്രയാണോ ചാറ്റ് ബോക്സിലേക്ക് ഇട്ടെ. എത്ര നാൾ കൊണ്ട് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യും? കാര്യം നമ്മളൊരു ആക്ഷൻ എടുക്കണ്ട. പലരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു നല്ല ദിവസം വരും, അന്ന് എന്റെ ജീവിതം മാറുമെന്ന് പറഞ്ഞു. നമ്മൾ ആക്ഷൻ എടുക്കണം. നിങ്ങൾ അതിന് അടുത്തത് എഴുതി വെച്ചോളൂ, ക്രിയേറ്റ് എ പ്ലാൻ ടു പേ ഓഫ് യുവർ ഡെറ്റ്. നമ്മുടെ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് മാറണമെങ്കിൽ നമ്മൾ അതിന് കൃത്യമായിട്ടൊരു പ്ലാൻ തയ്യാറാക്കണം. എനിക്ക് ഇത്ര രൂപ ഈ ബ്ലെസ്സിങ്സ് ഉണ്ട്, ഇത് മാറാനായിട്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും. ആക്ഷൻ എടുക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ ആക്ഷൻ എടുത്തേ മതിയാവുള്ളൂ. അതിനെന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് മാറണമെങ്കിൽ വരുമാനം വർദ്ധിപ്പിക്കണം. കഴിഞ്ഞ ഈ ഒരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങിനെ കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ഇട്ടപ്പോ ഞാൻ ഈ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, വരുമാനം വർദ്ധിപ്പിക്കണം. അപ്പൊ പലരുടെയും നെറ്റ് ചുളിഞ്ഞു, വരുമാനം വർദ്ധിപ്പിക്കാനൊന്നും പറ്റില്ല ടീച്ചറൊന്നും. അതായത് നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കാതെ എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ ഒരു അത്ഭുതം സംഭവിക്കുക? നമ്മൾ അതിനുവേണ്ടി ആക്ഷൻ എടുക്കണം. ഡെറ്റ് ക്ലിയർ ആകണമെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി ഉയർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഉള്ളില് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തില്ലെങ്കിൽ, നമുക്കിപ്പോ എപ്പോഴും ഒരു ലോണിന്റെ ഫ്രീക്വൻസിയിലാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ നമ്മുടെ ലൈഫിൽ നിന്ന് ലോൺ ഒരിക്കലും ഒഴിഞ്ഞു പോവില്ല. കൂടുതൽ ലോണിന് നമ്മൾ അട്രാക്ട് ചെയ്തുകൊണ്ടേ.
പലരും പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്, എന്നെ ആരും സഹായിക്കുന്നില്ല, എന്റെ ബന്ധുക്കൾ എന്നെ സഹായിക്കുന്നില്ല, എന്റെ സുഹൃത്തുക്കൾ എന്നെ സഹായിക്കുന്നില്ല. പലരും എന്നെ സഹായിക്കുന്നില്ല 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 എന്നൊരു പാട്ട് പാടുന്നതായിട്ട് കേൾക്കാം. അതായത് ഇപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ട് സഹായിച്ചു, അല്ലെങ്കിൽ ഒരു ബന്ധു സഹായിച്ചു, നിങ്ങളുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ഒക്കെ തീർത്ത് തന്നാലും നമ്മുടെ ഫ്രീക്വൻസി ലോ ആണെങ്കിൽ തൽക്കാലിക ശാന്തി കിട്ടി, അത് അടഞ്ഞു തീർന്നു, പിന്നെയും നമ്മൾ ഇതിനെ തന്നെ ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. കാര്യം എന്താ? നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഫ്രീക്വൻസി ഭയങ്കര ലോ ആണ്. ഈ ലോ ഫ്രീക്വൻസിയിൽ നിൽക്കുമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മുടെ ലൈഫിലേക്ക് വരുള്ളൂ. പിന്നെ ചിലരുണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ലോട്ടറി അടിച്ച് തൽക്കാലം എൻ്റെ ഈ ഒരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ക്ലിയർ ആകണം എന്ന് ആഗ്രഹിക്കുന്നവര്. അങ്ങനെ നമുക്ക് ലോട്ടറി അടിച്ച് തൽക്കാലം ഈ ഒരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് ക്ലിയർ ആയാലും പിന്നെയും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നെഗറ്റീവ് ഫ്രീക്വൻസി ഇങ്ങനെയുള്ള സാഹചര്യത്തെ വീണ്ടും വീണ്ടും ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ പലരും ലോൺ എടുത്ത് വലിയ വീടുകൾ വെക്കുന്നതായിട്ട് കാണാം. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് പറ്റുന്ന അത്രയും, ചിലർക്ക് വരുമാനം വളരെ കുറവായിരിക്കും, പക്ഷെ അവരെന്ത് ചെയ്യും? അവരുടെ വരുമാനത്തെക്കാൾ അതൊന്നും ചിന്തിക്കാതെ വലിയൊരു വീട് വെക്കും. ചിലപ്പോൾ അവർക്ക് അത്രയും വരുമാനം ഉണ്ടാവില്ല, ചിലപ്പോൾ ഇനി മുമ്പോട്ട് ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ച് ഒരു വലിയ വീട് വെക്കും. എന്നിട്ട് ആ വീട്ടില് ഒരു ദിവസം പോലും സന്തോഷമില്ലാതെ ജീവിക്കുന്നവരുണ്ട്, അല്ലെ? നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തില്, ബന്ധുക്കളുടെ കൂട്ടത്തിലൊക്കെ നിങ്ങൾ കാണാറുണ്ട്. നമ്മള് ലോൺ എടുത്ത് അത്രയും വലിയ ബാധ്യത വലിച്ചു വെച്ചിട്ട് അവിടെ ഒരു ദിവസം പോലും സന്തോഷമില്ലാതെ ജീവിച്ചിട്ട് ആ വലിയ വീടൊക്കെ വെച്ച് ചിലപ്പോൾ പാലുകാച്ചിന്റെ അന്ന് എല്ലാവരും വന്നിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു ദാന്തവും നമുക്ക് എല്ലാവരുടെ മുമ്പിൽ കാണിക്കാം. പക്ഷേ നമ്മുടെ ഉള്ളിൽ നീറുന്നത് പുറമെ ആരും അറിയില്ല, അല്ലെ? അപ്പോ ഇങ്ങനെ നമുക്ക് ലോൺ എടുക്കാൻ പാടൊന്നുമില്ല, പിന്നീട് അത് അടയ്ക്കേണ്ടി വരുമ്പോൾ ഓരോ മാസവും നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ഞെരുക്കം, അല്ലെ? ഞാൻ പണ്ട് മുതലേ ഉള്ളൊരു ശീലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. കാരണം നമ്മൾ എപ്പോഴും ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കുമ്പോൾ ടീച്ചർമ്മ പറയാറുണ്ട്, വലിയ സ്വപ്നങ്ങൾ കാണണം, കാണുന്നതിൽ തെറ്റില്ല. പക്ഷെ നിങ്ങളുടെ ആദ്യത്തെ ഗോൾ എന്തായിരിക്കണം? ഈ ഡെറ്റ് ക്ലിയർ ചെയ്യണം, ഈ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ക്ലിയർ ചെയ്യണം എന്നുള്ളതായിരിക്കും. അത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് എല്ലാം നേടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കാര്യം ഈ ഒരു നെഗറ്റീവ് ഫ്രീക്വൻസിയിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ, ഒരുപാട് ഡെറ്റൊക്കെ ഉണ്ട്, നെഗറ്റീവ് ഫ്രീക്വൻസിയിൽ നിൽക്കുമ്പോൾ വലിയ ലക്ഷ്യങ്ങൾ നേടാൻ പറ്റില്ല. പക്ഷെ ഇതങ്ങ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രീക്വൻസി മെല്ലെ മെല്ലെ ഹൈ ആക്കി നമുക്ക് എല്ലാം നേടാം. പലരും അതുപോലെ പെൺമക്കളുള്ളവര് ചെറുപ്പം മുതലേ കുഞ്ഞു ചെറുതായിരിക്കും, അപ്പൊ മുതലേ പറയൂ, എന്റെ കൊച്ചിനെ എനിക്ക് 18 വയസ്സാകുമ്പോൾ കെട്ടിച്ചു വിടണം, അല്ലെ? അതിനുവേണ്ടി അവരുടെ ഒരു ആയുഷ്കാലം മുഴുവൻ കഷ്ടപ്പെട്ട് കിട്ടുന്ന പൈസ മൊത്തം അവരിങ്ങനെ തുരുക്കൂട്ടി വെക്കും. അതുപോലെ സർക്കാർ ജോലി ഉള്ളവരാണെങ്കിലും കിട്ടുന്ന പെൻഷൻ കാശ് എല്ലാം മോളെ കെട്ടിക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ സമ്പാദിച്ചു വെക്കും. അവരവരുടെ ലൈഫ് ഒന്നും ആസ്വദിക്കത്തേ ഇല്ല. ഒരു യാത്ര പോവില്ല, നല്ലൊരു വസ്ത്രം വാങ്ങിച്ചു ധരിക്കത്തില്ല, ഒരു പുറത്തു പോയി ഒരു നല്ല ഫുഡ് വാങ്ങിച്ചു കഴിക്കത്തില്ല. അവരിങ്ങനെയുള്ള പൈസ മൊത്തം തുരുക്കൂട്ടി വെക്കും. നമ്മള് ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കുഞ്ഞിന് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. നമ്മുടെ രാജകുമാരിയാണ് നമ്മുടെ മക്കള്. അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുത്ത് അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കുക. വിവാഹം എന്ന് പറയുന്നതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. കാരണം പലരും ഫോക്കസ് കൊടുക്കുന്നത് എന്താണ്? പെൺമക്കളെ എങ്ങനെയും കെട്ടിച്ചു വിടണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. നമ്മൾ അവരിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, അവർക്ക് ഒരു ജോലി കണ്ടെത്താനായിട്ട് അവരെ സഹായിക്കുക, ഒരു സ്വന്തം കാര്യം നിൽക്കട്ടെ. ഓരോ പെൺകുട്ടിയെ സ്ട്രോങ് ആക്കുക. ശരിയല്ലേ? ഒരുപാട് പേർക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളൊക്കെ കടന്നു വന്ന ഒരു അവസ്ഥ, അല്ലെ? പലപ്പോഴും നമുക്ക് ജോലി ഇല്ലാത്തതിന്റെ പേരിൽ ഭർത്താവിന്റെ വീട്ടിൽ പലർക്കും പലതരത്തിലുള്ള വിഷമങ്ങളും വേദനകളും ഒക്കെ അനുഭവിക്കേണ്ടത്. ടീച്ചറമ്മയ്ക്കും അങ്ങനെ, അതായത് ജോലി ഇല്ലാതിരുന്ന സമയത്ത് ഒരു അനുഭവം, ഇപ്പോ നമ്മുടെ കയ്യിൽ വരുമാനം ഉള്ളപ്പോൾ വേറൊരു ലെവൽ ഓഫ് ലൈഫാണ്. അപ്പൊ ഈ രണ്ട് ലെവലും അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം, ഒരു പെൺകുട്ടിക്ക് ഒരു ജോലി ഉണ്ടെങ്കിൽ അവൾക്ക് അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ വരുമാനം, സ്വന്തം കാലം നിൽക്കുന്ന, സ്വന്തമായിട്ട് വരുമാനമുള്ള പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് ഭർത്താവിന്റെ വീട്ടിൽ കിട്ടുന്ന ഒരു വിലയും അന്തസ്സും ഒന്ന് വേറെ തന്നെയാണ്, അല്ലെ? അപ്പൊ നമ്മൾ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കൊടുത്ത് അവരൊരു ജോലി നേടാനായിട്ട് അവരെ പ്രാപ്തരാക്കി സ്വന്തം കാലിൽ നിർത്താനായിട്ട് നമ്മൾ നോക്കണം. അല്ലാണ്ട് 18 വയസ്സാകുമ്പോഴേ കെട്ടിച്ചുവിട്ട് പല കുടുംബങ്ങളിലും നമ്മൾ കാണാം. പലരും പറയാറുണ്ട് എന്നോട്, 13 വയസ്സിൽ കെട്ടിച്ചു, ചില 15 വയസ്സിൽ 18 വയസ്സിലൊക്കെ കെട്ടിച്ചു വിട്ടു. കെട്ടിച്ചു വിടാൻ എളുപ്പമാണ്, അത് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ലൈഫിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല, അല്ലെ? അപ്പൊ നമ്മൾ അതുപോലെ തന്നെ കല്യാണത്തിന് ഭയങ്കരമായിട്ട് ആഡംബരം കാണിച്ച് ഇപ്പൊ ഒരു എന്താണ് ഹൽദിയോ, അല്ലെ, അങ്ങനെയൊക്കെ പല പല ചടങ്ങുകളും
ഞാൻ പലരിലും കാണും. പണ്ടൊന്നും ഹൽദിയൊക്കെ നോർത്ത് ഇന്ത്യയിൽ മാത്രം കണ്ടിരുന്ന ചടങ്ങുകളാണ്. അപ്പൊ അത് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ മറ്റുള്ളവർ കാണിക്കുന്ന കണ്ടിട്ട് നമ്മൾ ലോൺ എടുത്ത് പലരെയും ഞാൻ കാണാറുണ്ട്. അവര് കല്യാണം നടത്താൻ വേണ്ടി അവർക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറത്തെ ഹ്യൂജ് ലോൺ എടുത്ത് മക്കളെ കെട്ടിച്ചു വിടും. അതിനുശേഷം മക്കൾക്ക് പോയെടുത്ത് ചിലപ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ടോ, അതില്ല. ഈ ലോൺ അടയ്ക്കാൻ വേണ്ടി അവരുടെ ഒരു ജീവിതകാലം മുഴുവൻ എല്ലാ സുഖങ്ങളും എല്ലാ സന്തോഷങ്ങളും വിട്ട് അവർ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നത് കാണുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ പലപ്പോഴും ലോൺ എടുത്ത് വലിയ കാറുകൾ വാങ്ങിക്കുന്നു, EMI എടുത്ത് വലിയ ആഡംബരത്തിലുള്ള മൊബൈൽ ഫോണുകൾ, അല്ലെങ്കിൽ നമ്മൾ ലാപ്ടോപ്പ് ഒക്കെ മേടിക്കുന്നു. ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് തീർക്കാനായിരിക്കണം. ടീച്ചറും അങ്ങനെയാ ചെയ്തത്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ വീട്, ഈ വീടിന് ഏകദേശം ഒരു 40-50 ലക്ഷം രൂപയ്ക്കകത്താണ് ഈ വീടിന് ചെലവ് വന്നത്. നേരെ മറിച്ച് ഇപ്പോഴത്തെ നമ്മൾ എടുത്ത കാറ് BMW X7, അതിന്റെ വില ഏതാണ്ട് ഓഫ് റോഡ് 1.65 crore. അപ്പൊ പലരും കളിയാക്കാറുണ്ട്, വീടിനെ കാട്ടി വില കൂടിയ കാറാണല്ലോ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട് വെക്കുന്ന സമയത്ത് നമുക്ക് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ വരുമാനം. നമ്മളെ കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്തുക എന്ന് പറഞ്ഞ പോലെ നമുക്കുള്ളതുകൊണ്ട് 1 രൂപ കടമില്ലാതെ അതൊന്ന് വെക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. നമ്മൾ വെച്ചു. നമ്മൾ വലിയ ആഡംബരത്തിലേക്ക് ഒന്നും പോയി. നമ്മൾ പലരെയും കാണുന്നുണ്ട്, അവരൊക്കെ അവരുടെ വരുമാനത്തെ കാട്ടി വലിയ വീട് വെച്ചിട്ട് പിന്നീട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നത്. എന്തിനാ നമുക്കില്ലാത്ത മനസമാധാനം നമ്മൾ വിലയ്ക്ക് വാങ്ങുന്നത്? അതുകൊണ്ട് അന്ന് ഉള്ളതുപോലെ വെച്ചു. ഇപ്പൊ കാർ എടുത്തപ്പോ നമുക്ക് അത് വാങ്ങിക്കാനുള്ള അത്രയും ഒരു ഇതുള്ളത് കൊണ്ട് നമുക്ക് വലിയൊരു കാർ മേടിക്കാൻ പറ്റി. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ വലിയ വീട് വെച്ചിട്ട് സന്തോഷമില്ലാതെ അതിൽ കഴിയുന്നതിനേക്കാൾ എത്രയോ വലുതാണ് ചെറിയ വീടാണെങ്കിലും അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ടീച്ചർമ്മ പറയുന്നത് ശരിയല്ലേ? ശരിയാണെന്ന് തോന്നുന്നവർ യെസ് എന്ന് പറയും. യെസ് എന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇടും അല്ലെ? അപ്പൊ നമ്മള് ആഗ്രഹിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പം നമുക്കൊരു ചെറിയ വീടാണുള്ളത്. ആ വീട് ചെറുതാണെങ്കിൽ എന്താണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏതിനാ? നമ്മൾ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. വലുത് ആഗ്രഹിക്കുന്ന ഒരിക്കലും തെറ്റല്ല. ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം. നമുക്ക് ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഹാപ്പിനെസ്സിലാണ്. നമ്മുടെ ഉള്ളിൽ സന്തോഷമായിരിക്കാനായിട്ട് പഠിക്കുക. എപ്പോഴും നമ്മൾ നമ്മളെ തന്നെ നല്ല ഹാപ്പി ആക്കി വെക്കുക, ഹൈ വൈബ്രേഷനിൽ വെക്കുക. ഉള്ളതിന് നന്ദി പറഞ്ഞു തുടങ്ങാം. നമുക്ക് ഉള്ളതിന് നന്ദി പറയുമ്പോൾ നമ്മുടെ ലൈഫിലേക്ക് കൂടുതൽ കൂടുതൽ ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങൾ ദൈവം തന്നുകൊണ്ടേയിരിക്കും അല്ലെ? അപ്പം നമ്മൾ ആ ഹൈ ഫ്രീക്വൻസിയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ചിലര് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, വലിയ വീട് വെച്ചെങ്കിലേ അല്ലെങ്കിൽ വലിയ ബ്രാൻഡഡ് കാറ് വാങ്ങിയാലേ എനിക്ക് ഹാപ്പിനെസ് കിട്ടും, എനിക്ക് ഐഫോൺ ഉണ്ടെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റൂ, ഇപ്പൊ ഉള്ള ഫോണ് അതെനിക്ക് ശരിയാവുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഉള്ളതിൽ ഹാപ്പി ആകാൻ പഠിക്കണം. നമ്മൾ മണി മാനേജ് ചെയ്യാൻ പഠിക്കണം. ചില ആളുകൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് ഈ ആന കരിമ്പും കാട്ട് കയറിയ അവസ്ഥയാ. കൈ കിട്ടുന്നതെല്ലാം തൂത്തുവാരി എടുക്കും. എടുത്തിട്ട് എന്ത് ചെയ്യും? ഇത് ബില്ലടിക്കുന്ന സമയമാവുമ്പോ അയ്യോ ഇത്രയും രൂപയായോ, എന്നിട്ട് അന്നേരത്തെ ആ 1 മിനിറ്റത്തെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആ ബില്ല് അടയ്ക്കും. അതിനുശേഷം അവിടുന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിൽ വരുന്നിടം വരെ മനസ്സിനകത്ത് ഇങ്ങനെ കുറ്റബോധം നടക്കും. എനിക്ക് എന്തിന്റെ കേടായിരുന്നു, വല്ല കാര്യം ഉണ്ടായിരുന്നു, ഇതെല്ലാം കൂടെ വാരി എടുക്കണ്ടേ അല്ലെ? വെറുതെ കുറെ പൈസ വഴികളഞ്ഞ്, കുറെ കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്ത അത് വാങ്ങിക്കേണ്ടത്, ഇത് സത്യം പറ, എത്ര പേര് ഈ ഒരു മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുണ്ട്, ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്? ഉണ്ട് എന്നുള്ളവർ യെസ് എന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇട്ടെ അല്ലെ? അതായത് നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ പോവാണ്. നമ്മൾ ഒരു ഡ്രസ്സ് എടുക്കാനായിട്ടായിരിക്കും പോകുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു ഹോബി ഉള്ളത്, നമ്മൾ ചെന്നിട്ട് ഒരു ഡ്രസ്സ് എടുക്കാനായിട്ട് നോക്കുമ്പോൾ ഇതും കൊള്ളാം അതും കൊള്ളാം അതും കൊള്ളാം, ഒരു 5-6 ഡ്രസ്സ് അങ്ങ് മേടിക്കും. അന്നേരത്തെ സന്തോഷത്തിന് നമ്മൾ അങ്ങ് മേടിക്കും. പക്ഷേ പിന്നീട് നമ്മൾ അതോർത്ത് വിഷമിക്കുന്ന സമയങ്ങളുണ്ടാവും അല്ലെ? അന്നത്തെ ദിവസം മൊത്തം, അല്ലെങ്കിൽ പിന്നെ എപ്പോഴൊക്കെ നമുക്ക് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് വരുന്ന, ബുദ്ധിമുട്ട് വരുന്ന, അപ്പോഴെല്ലാം നമ്മൾ ചിന്തിക്കാം അത് ചെയ്യണ്ടായിരുന്നു. ശരിയല്ലേ? അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്റെ മക്കളെ, ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് തീരുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക? അനാവശ്യ ചെലവുകളിലേക്ക് പോകരുത്. നമുക്ക് ആരുടെയും മുമ്പിൽ ഒരു ആഡംബരവും കാണിക്കട്ടെ. നമ്മൾ ആദ്യം നമ്മളെ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് നിന്ന് മറികടന്ന് നമ്മളൊന്ന് സ്റ്റേബിൾ അവസ്ഥയിൽ നിൽക്കുക. ആ സ്റ്റേബിൾ അവസ്ഥയിൽ നിന്നിട്ട് നമുക്ക് മുകളിലേക്ക് വരാം. ഉയരാൻ പറ്റത്തില്ല എന്നല്ല ടീച്ചർമ്മ പറയുന്നത്, ഉയരാൻ എല്ലാവർക്കും പറ്റും. ആദ്യം ഒന്ന് സ്റ്റേബിൾ ആയിട്ട് വേണം മുകളിലേക്ക് പോകാനായിട്ട്. ഇനി മുതൽ അനാവശ്യമായിട്ട് ലോൺ എടുക്കുന്നത് ഒഴിവാക്കുക. പലരും എന്ത് ചെയ്യും? ഒരു ലോൺ അടയ്ക്കാൻ വേണ്ടി അടുത്തത് എടുക്കും, എന്നിട്ട് അവിടെ നിന്ന് മറിക്കും, ഇവിടെ നിന്ന് മറിക്കും. ചിലർക്ക് അതൊരു ഹോബിയാ. ഒരിക്കലും ഒരു സ്റ്റുഡന്റ് എന്നോട് പറഞ്ഞത്, ടീച്ചറുമേ ഞാൻ കുടുംബശ്രീയിലുണ്ട്, കുടുംബശ്രീയിൽ നിന്ന് ലോൺ കിട്ടും, എനിക്കാണെങ്കിൽ ലോൺ കിട്ടുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം, ഞാൻ പോയി എടുക്കും. എടുത്തു കഴിഞ്ഞിട്ട് വീട്ടിൽ അത് മേടിച്ച് ഇത് മേടിച്ച് എങ്ങനെയൊക്കെയോ അതങ്ങ് തീരും.
ഒരു ലോൺ എടുത്ത് പിന്നെ ഉള്ള സമയം മൊത്തം അത് അടയ്ക്കുക, പിന്നെ അപ്പോഴത്തേക്ക് അടുത്ത ലോൺ റെഡിയോ, പിന്നെ അതെടുക്കുക. ഇങ്ങനെ ഒരു ലോണിൽ നിന്നും അടുത്ത ലോണിലേക്ക് ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന് ആ കുട്ടി പറയുകയുണ്ടായി. നമ്മൾ വളരെ ബോധത്തിലിരിക്കുക, അനാവശ്യമായിട്ട് ലോൺ എടുക്കുന്നത് ഒഴിവാക്കുക. ഇനി ചിലർ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരുണ്ടാവും. നമുക്കറിയാം ക്രെഡിറ്റ് കാർഡിന്റെ പലിശ എന്ന് പറഞ്ഞാൽ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇതിനെ ക്രെഡിറ്റ് കാർഡിനെ പറയുന്നത് ബോംബ് ഇൻ യുവർ പോക്കറ്റ് എന്നാ. നമ്മൾ പോക്കറ്റിൽ ഒരു ബോംബ് ഇട്ടുകൊണ്ട് നടക്കുന്നതിന് തുല്യമാണ്. കാര്യം എന്താണ്, നമ്മള് ക്രെഡിറ്റ് കാർഡ് ഉള്ളപ്പോൾ കാണുന്ന സാധനങ്ങൾ അത്രയും മേടിച്ചു കൂട്ടും, പിന്നീട് നമ്മൾ അത്രയും പൈസ അടയ്ക്കേണ്ടി വരുമ്പോൾ നമ്മൾ വലിയ ഞെരുക്കത്തിലേക്ക് പോകും, അല്ലെ? അതുപോലെ തന്നെ ഗോൾഡ് ലോൺ ഉള്ളവര്, ഗോൾഡ് ലോൺ എടുത്തിട്ടുള്ളവര് അവർ വിചാരിക്കുന്നത് എന്താ, ഒരുമിച്ച് പൈസ കിട്ടിയിട്ട് 2 ലക്ഷം രൂപയുടെ ഗോൾഡ് ലോൺ ഉണ്ട്, ഒരുമിച്ച് പൈസ കിട്ടിയിട്ട് ഇത് കൊണ്ടുവന്ന് അടയ്ക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല. നമുക്ക് എപ്പോ കയ്യിൽ കുറച്ച് പൈസ വരുന്നു, അപ്പൊ ഓരോ മാസം എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മൾ ഈ മാസം ഒരു 5000 രൂപ സേവ് ചെയ്ത് കൊണ്ടുവന്ന് അടയ്ക്കുക, ടോട്ടൽ എമൗണ്ടിൽ കുറയൂല. അങ്ങനെ കുറേശ്ശെ മൊത്തം കയ്യിൽ വന്നിട്ട് അടച്ചു തീർക്കുന്നും പറഞ്ഞിരിക്കാതെ ഉള്ളത് കൊണ്ടുവന്ന് അടച്ചാൽ ടോട്ടൽ ഇൻട്രസ്റ്റ്, ടോട്ടൽ എമൗണ്ട് ഇങ്ങനെ കുറഞ്ഞു വരും. ഇത്രയും ഡെപ്റ്റ് ഞാൻ ക്ലിയർ ചെയ്തല്ലോ, നമുക്കൊരു സന്തോഷം വരും, അല്ലെ? അപ്പോ നമുക്ക് കയ്യിൽ അപ്പോഴപ്പോഴുള്ളത് കൊണ്ടുപോയി അടയ്ക്കണം. ആദ്യത്തെ ഫോക്കസ് എനിക്ക് എങ്ങനെയും ഇപ്പൊ ഒരു 10 ലക്ഷം രൂപയുടെ ഡെറ്റ് ഉണ്ട്, എനിക്കിത് അടച്ചു തീർക്കണം, ഇതായിരിക്കണം ആദ്യത്തെ ഗുണം. അപ്പൊ എന്ത് ചെയ്യണം, കിട്ടുന്നത് കുറേശ്ശെ കൊണ്ടുപോയി അതിലടക്കണം. അല്ലാതെ എന്ത് ചെയ്യണം, പലരും ചെയ്യുന്നത് എന്താണ്, അതവിടെ ഇരിക്കട്ടെ, അതൊക്കെ അടയ്ക്കാം, സമാധാനം ഉണ്ടല്ലോ. പോയി EMI ഐഫോൺ വാങ്ങിക്കും, ലാപ്ടോപ്പ് വാങ്ങിക്കും, പല കാര്യങ്ങളിലേക്ക് നമ്മൾ പോകും. അപ്പൊ ആദ്യം നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് നമ്മുടെ ഇതൊന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഈ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ കുറേശ്ശെ അടച്ചങ്ങ് തീർക്കുമ്പോൾ ആ ഡെറ്റ് അവിടെ അങ്ങ് ക്ലിയർ. അടുത്ത പോയിന്റ്, വരുമാനം വർദ്ധിപ്പിക്കുക. അതിനായിട്ട് എന്ത് ചെയ്യണം, ജോലി കണ്ടെത്തണം. അതായത് പലർക്കും ജോലി ചെയ്യാൻ തയ്യാറാകണം എന്ന് പറയുമ്പോൾ പലരും പറഞ്ഞു, ടീച്ചറമ്മയ്ക്ക് അതൊക്കെ പറയാൻ ജോലിയൊന്നും കിട്ടുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇവിടെ ആ പ്രശ്നമാണ് ഈ പ്രശ്നമാണ്, ജോലി കിട്ടുന്നില്ല, അതാണ് ഇതാണ്, 100 എക്സ്ക്യൂസസ് നേരം. നമ്മൾ എന്തെങ്കിലും ഒരു വരുമാന മാർഗം കണ്ടെത്തുക. ഓരോരുത്തരും ചിന്തിച്ചു നോക്കി, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പലർക്കും നല്ല കുക്കിംഗ് സ്കില്ലുണ്ട്, നമ്മൾ ഫുഡിന്റെ ബിസിനസ് തുടങ്ങുക, അല്ലെങ്കിൽ ഫുഡിന്റെ ഡെലിവറി ബിസിനസ് നമുക്ക് നടത്താം. അല്ലെങ്കിൽ വീട്ടിലെ ഊണെന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലൊരു ചെറിയ സംരംഭം പോലെ നമുക്ക് തുടങ്ങാം. നന്നായിട്ട് സ്റ്റിച്ചിങ് അറിയാവുന്നവരാണെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ഒരു സ്റ്റിച്ചിങ് സെന്റർ ഇടാം, അല്ലെ? അല്ലെങ്കിൽ നമുക്ക് പുറത്തൊരു കട എടുക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ബേക്ക് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് ചെയ്ത് അതിലൂടെ വരുമാനം സമ്പാദിക്കാം. ബേക്കിംഗ് അറിഞ്ഞൂടാത്തവരാണെന്ന് പഠിക്കുക. ഈ ജോലി ഇല്ല, എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് ഇരുന്നാ അവിടെ ഇരിക്കുക. പലരും അങ്ങനെയാണ്, എന്നെ കൊണ്ടൊന്നും പറ്റുന്നൊന്നുമില്ല, എനിക്ക് അതിന് കഴിവില്ല, ഇതിന് നിരത്താനാണെങ്കിൽ ലിസ്റ്റ് ഒരുപാടുണ്ട്. പരാജയപ്പെട്ടവന്റെ കയ്യിൽ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ടാവും. ഈ കാരണങ്ങൾ കൊണ്ടാ ഞാൻ പരാജയപ്പെട്ടത്. പക്ഷെ വിജയിച്ചവന്റെ മുന്നിൽ ഒരൊറ്റ റീസണേ ഉള്ളൂ, എനിക്ക് വിജയിക്കണമായിരുന്നു, അതുകൊണ്ട് ഞാൻ വിജയിച്ചു. ഇതേ ഉണ്ടാവുള്ളൂ. അതിശക്തമായിട്ട് വിജയിക്കണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ ഈ ലിസ്റ്റ് വേണ്ട. എനിക്ക് ജോലിയില്ല, ജോലി കിട്ടാൻ പാടാണ്, അങ്ങനെ നമ്മൾ എക്സ്ക്യൂസസ് പറയാതെ എനിക്ക് എങ്ങനെ ഒരു വരുമാനം കണ്ടെത്താം എന്ന് നമ്മൾ ചിന്തിക്കണം. ചിന്തിക്കുന്നിടത്ത് നമ്മുടെ ജീവിതം മാറും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ നാട് വിട്ടിട്ട് UK പോയിട്ട്, പലരും UK കാനഡയിലും ഒക്കെ പോയിട്ട് അവർക്ക് എന്ത് ജോലിയും ചെയ്യാനായിട്ട്, എല്ലാവരും വൈറ്റ് കോളർ ജോബാണോ ചെയ്യുന്നത്? അല്ല. എന്ത് ജോലി അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അല്ലാതെ എന്ത് ജോലി ചെയ്യാൻ അവിടെ ആർക്കും ഒരു നാണക്കേടുമില്ല. അവര് പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ അവര് ഹോം കെയർ, അല്ലെ? അവർക്ക് എന്ത് ജോലിയും ചെയ്ത് അവർക്ക് പൈസ ഉണ്ടാക്കാനായിട്ട് വെയർ ഹൗസിൽ വർക്ക് ചെയ്യും, പല പല ജോലികൾ ചെയ്യുന്നവരുണ്ട്. ഒരു നാണക്കേടും അവിടെ ഇല്ല. ഇവിടെ എന്തിനാ നമുക്ക് ഈ നാണക്കേട്? നിങ്ങൾ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറ, ഒരു നാണക്കേടും വിചാരിക്കണ്ട. ചിലർക്ക് തോന്നുന്നു എനിക്കൊരു ചായക്കച്ചവടം തുടങ്ങാൻ പറ്റും, ചെയ്യേ. കാരണം നാളെ നമ്മളൊരു കോടീശ്വരനാവുമ്പോ നമുക്ക് പറയാൻ പറ്റൂല, ഞാനന്ന് തുടങ്ങിയത് ചായക്കച്ചവടത്തിൽ നിന്ന്, അത് തുടങ്ങി പൈസ വന്ന് ഇന്നത് ചെയ്തു ഞാൻ ഇവിടെ എത്തി, അല്ലെ? അതല്ലേ കട്ട ഹീറോയിസം. അല്ലാതെ എല്ലാ സാഹചര്യങ്ങളും എനിക്ക് ഓക്കെ ആയിട്ട് ഞാൻ തുടങ്ങൂ എന്ന് പറഞ്ഞിരിക്കാതെ എന്തിനെങ്കിലും ഇറങ്ങിത്തിരിക്കുക. ഒന്നും ചെയ്യാതെ കാര്യം നടക്കില്ല. നമ്മുടെയൊക്കെ വീട്ടില് സുലഭമായിട്ടുള്ളതാണ് ചക്ക. ചക്ക കൊണ്ട് എന്തെല്ലാം പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയാം, അല്ലെ? ചക്ക ചിപ്സ്, ചക്ക വറ്റല്, ചക്ക പിന്നെ എന്താണ് പ്രഥമൻ, ചക്ക പിന്നെ ഹൽവ, ചക്ക ജാമ്, ചക്ക സ്ക്വാഷ് എന്ന് വേണ്ട ഉണ്ടാക്കാൻ പറ്റുന്ന നിരവധി വിഭവങ്ങളുണ്ട്. പലരും കുടുംബശ്രീ ത്രൂ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. എന്തുകൊണ്ട് നമ്മൾ നോക്കുമ്പോ, നിങ്ങൾ ഇങ്ങനെ അടുക്കളയുടെ പടിയിലിരുന്ന് ഇങ്ങനെ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നോക്കുമ്പോഴേക്കും ചക്ക വീണ് കിടക്കും.
ചിന്തിക്കുക. പണ്ട് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണപ്പോഴല്ലേ ന്യൂട്ടൺ ഗുരുത്വാകർഷണത്തെ പറ്റി ചിന്തിച്ചു. അപ്പൊ നിങ്ങൾ ഇങ്ങനെ മുറ്റത്ത് പടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അടുക്കള വശത്ത്. അപ്പൊ അതേ ഈ ചക്ക ഇങ്ങനെ കിടന്ന് കുരുട്ടീച്ചും കീറി കിടക്കും. അപ്പൊ ചിന്തിക്കുക, ഈ ചക്ക എന്തുകൊണ്ട് എനിക്ക് അതിനെ പ്രോസസ് ചെയ്ത് എനിക്ക് എന്തുകൊണ്ടൊരു ബിസിനസ് അതിൽ സ്റ്റാർട്ട് ചെയ്തൂടാ? ചിന്തിക്കുക. ചിന്തിക്കുന്നിടത്ത് ഞാൻ പറഞ്ഞല്ലോ, ജീവിതം മാറും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഉടനെ 100 എക്സ്ക്യൂസ് വരും. ടീച്ചർ, ഞാൻ ചക്ക ഇനിയിപ്പോ ഇത് എന്ത് ചെയ്യും, ഞാൻ അതിനെന്ത് ചെയ്യും? ചിന്തിച്ചാൽ എല്ലാത്തിനും വഴിയുണ്ട്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്. നമ്മളിങ്ങനെ ആരെങ്കിലും ഇങ്ങനെ പാമ്പർ ചെയ്ത് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ താലോമേന്തി വരില്ല. ആക്ഷൻ എടുക്കണം. അതുപോലെ തന്നെ ചിലർക്ക് നന്നായിട്ട് സ്നാക്സ് ഉണ്ടാക്കാൻ അറിയാം. സ്നാക്സ് ഉണ്ടാക്കി അതിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി ഡോർ ടു ഡോർ സെല്ലിംഗ് ആണ്, ഇറങ്ങുക. ഒരു ദിവസം ഒരു ചെറിയ വരുമാനമെങ്കിലും നമുക്ക് ഉണ്ടാക്കാമല്ലോ. കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ആ ഡെറ്റ് അടച്ചു തീർക്കാമല്ലോ. ചിലപ്പോൾ നമ്മള് കച്ചവടത്തിന് ചെല്ലുമ്പോൾ ചില വീട്ടുകാർ വാങ്ങിക്കാൻ തയ്യാറാവില്ല. അപ്പോഴും മനസ്സിൽ പറയാം, സാരമില്ല, അടുത്ത വീട്ടിൽ. നമുക്ക് എങ്ങനെയും ഡെറ്റ് ക്ലിയർ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് എന്ത് ജോലിയും ചെയ്യാൻ ഞാൻ തയ്യാറാകും എന്ന് തീരുമാനിച്ചാൽ നമുക്ക് പറ്റും. അതല്ല എനിക്ക് ഒരു മാലാഖ എന്റെ ലൈഫിൽ പ്രത്യക്ഷപ്പെടും, ആ മാലാഖ വന്നിട്ട് നമ്മൾ അനുഗ്രഹിക്കും, നിന്റെ ഡെറ്റ് മാറട്ടെ എന്ന് കരുതി നമ്മളെ ബ്ലസ് ചെയ്യുമ്പോഴേ നമ്മുടെ ജീവിതം മാറുമെന്ന് പറഞ്ഞ് നോക്കിയിരുന്നാല് നമ്മുടെ ലൈഫിൽ മാറില്ല. നമ്മൾ ആക്ഷൻ എടുക്കണം. പലപ്പോഴും പലരും എന്താ പറയാ ചിന്തിക്കുന്നത്, ഞാൻ അങ്ങനെയൊക്കെയുള്ള ജോലി ചെയ്താൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, നാണക്കേടല്ലേ എന്നൊക്കെ ചിന്തിച്ച് പല ചെറിയ ചെറിയ ജോലികൾ പോലും ചെയ്യാൻ മടിക്കുന്നവരുണ്ട്. അങ്ങനെ നമ്മള് ഒരിക്കലും ഒരു മടി വിചാരിക്കരുത്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ ആരെയും ബോധ്യപ്പെടുത്താനല്ല നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ശരിയല്ലേ? നമുക്ക് ആരെയും ബോധിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല. മറ്റുള്ളവർ എന്ത് വിചാരിച്ചോട്ടെ, എന്ത് കുന്തം വിചാരിച്ചാല് നമുക്കതൊന്നും യാതൊരു പ്രശ്നവും. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആരിലാ? മറ്റുള്ളവരിലാണോ? അല്ല, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളിലാണ്. നമുക്ക് എങ്ങനെ കൂടുതൽ കൂടുതൽ മികച്ചവരാകാം, നമുക്ക് ഈ ഒരു ഡെറ്റ് ക്ലിയർ ചെയ്ത് നമുക്ക് ആ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്താം. അതിന് വേണ്ടിയിട്ട് ഓരോരുത്തരും ചിന്തിക്കണം. എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, നിങ്ങൾ ഇന്നത് ചെയ്യൂ എന്ന് പറയാൻ പറ്റില്ല. ഓരോരുത്തർക്ക് ഓരോ സ്കില്ലായിരിക്കും. അത് കണ്ടെത്തി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കണം എന്ന് ചിന്തിച്ച് നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ ഈ ഭൂമിയിൽ ഒരാൾക്കും നിങ്ങളെ തടയാൻ പറ്റില്ല. ചിലർക്ക് നല്ല എക്സലന്റ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയും. നിങ്ങൾ നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ എന്തുകൊണ്ട് ബിസിനസ് നടക്കില്ല? നമ്മളൊരു പഴഞ്ചൊല്ലി പറയില്ലേ, 10,000 നെല്ലുണ്ടെങ്കിൽ എലി പാലക്കാട്ടിൽ നിന്ന് വരുമെന്ന്. നമ്മൾ നല്ല ക്വാളിറ്റി സാധനം കൊടുത്തു കഴിഞ്ഞാല് എന്താണ് ബിസിനസ് നടക്കാത്തതിന്റെ കാര്യം? നടക്കും. ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങ്. കൊക്കിലൊതുങ്ങുന്ന കൊത്തെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്നത് കൊണ്ട് ചെറിയ രീതിയിൽ തുടങ്ങി പിന്നെ നമുക്ക് അതിൽ നിന്ന് വരുമാനം വരുമ്പോൾ അതിനെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരാം. ചിലരാണെങ്കിൽ വലിയ ഹൈഫൈ ഇല്ലാതെ തുടങ്ങില്ല. നാണക്കേട് വിട്, മാനക്കേട് വിട്, അതൊന്നും നമുക്ക് പ്രശ്നമല്ല. പലരും പറയും എനിക്ക് നടക്കുന്നില്ല. ചിലപ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിലർക്ക് ഒരു മാർഗവും ഇല്ല. നമ്മൾ വീടുകളിലൊക്കെ ജോലിക്ക് പോകില്ല. ഒരു വീട്ടിൽ പോയിട്ട് നമ്മൾ എന്താ പറയാ, ഒരു 3-4 വീടുകളിൽ പോയിട്ട് അവിടെ ഒരു മണിക്കൂറോ 2 മണിക്കൂറോ പറ്റുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസം ഒരു നല്ല വരുമാനം ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ചിന്തിക്കണം, നമുക്ക് ഒരു നാണക്കേടും വിചാരിക്കാതെ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് എനിക്ക് ആ ഡെറ്റ് ക്ലിയർ ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കണം. വരുമാനം വർദ്ധിപ്പിച്ച് പെട്ടെന്ന് നമ്മൾ ഈ ഡെറ്റ് ക്ലിയർ ചെയ്യണം. എത്ര പേര് ഇതിലിരിക്കുന്ന എത്ര പേര് ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവര് എനിക്ക് വാക്ക് തരുന്നുണ്ട്, ടീച്ചർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6 മാസത്തിനുള്ളിൽ അല്ലെ 1 വർഷത്തിനുള്ളിൽ ഞാൻ എന്റെ കംപ്ലീറ്റ് ഡെറ്റും ക്ലിയർ ചെയ്തിട്ട് ടീച്ചറമ്മയോട് ഞാൻ എന്റെ സക്സസ് സ്റ്റോറി പറയും എന്ന് ഉറപ്പുള്ളവര് മാത്രം ഞാൻ എന്ന് പറയുന്നത് എന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇട്ടേ, നോക്കട്ടെ എത്ര പേർക്ക് ഉറപ്പുണ്ട്. വെരി ഗുഡ്. അപ്പോ നമ്മള് സ്വയം തീരുമാനിക്കണം, അല്ലാതെ കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല. ലോട്ടറി അടിക്കാനായിട്ട് കാത്തിരിക്കാതെ നമ്മളൊരു തൊഴിൽ കണ്ടെത്തുക. ലോട്ടറി അടിക്കണമെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി ഹൈ ആകണം, എന്നാലേ ലോട്ടറി പോലും അടിക്കത്തുള്ളൂ. പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ആരിശ്രമ ലോട്ടറി അടിക്കാനായിട്ട് എനിക്കൊരു അഫർമേഷൻ പറഞ്ഞു തരാവോ? നമ്മളിങ്ങനെ ഷോർട്ട് കട്ടിലൂടെ പൈസ നേടുക എന്നുള്ളതല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫ്രീക്വൻസി വർദ്ധിപ്പിച്ച് നമുക്ക് എന്നും പൈസ വന്നുകൊണ്ടേയിരിക്കും, അല്ലെ? ഞാൻ ഇതുപോലെ പറഞ്ഞു കൊടുത്ത എന്റെ എത്രയോ സ്റ്റുഡൻസ് ഇൻസ്പയർ ആയി, അവർ ഡെറ്റ് ക്ലിയർ ചെയ്ത് ഇന്ന് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന, ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയവരുണ്ടെന്നറിയാം. അപ്പൊ അതേ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഇരിപ്പുണ്ട് സ്വപ്ന മാമിന് നമ്മുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ മാം ഒരു വീട്ടമ്മയായിരുന്നു. ഇന്നൊരു സംരംഭകയായിട്ട് സ്വന്തം ഷോപ്പിൽ ഇരുന്നാണ്
മാം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഭയങ്കര ഒരു അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നാറുണ്ട്. അപ്പൊ ഇതുപോലെ ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്ങിനെ മറികടന്ന് നിങ്ങൾ എല്ലാവരും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തി നിങ്ങൾ എല്ലാവരും സമ്പന്നതയിൽ ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സറണ്ടർ ആൻഡ് ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. നമ്മൾ പ്രപഞ്ച ശക്തിക്ക് മുന്നിൽ നമ്മളെ തന്നെ സറണ്ടർ ചെയ്യണം. പലരും ലൈഫിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പറ്റ ഡൗൺ ആയിപ്പോ, എന്നിട്ട് ചിന്തിക്കും ദൈവത്തിന് പോലും എന്നെ വേണ്ട, ഞാൻ എങ്ങനെ അത് ക്ലിയർ ചെയ്യും, എനിക്ക് ഒരു വഴിയും മുന്നിൽ ഇല്ലല്ലോ എന്ന് ചിന്തിച്ച് കരയാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മള് ഏതവസ്ഥയിലാണെങ്കിലും യൂണിവേഴ്സിന്റെ പൊന്നുമക്കളല്ലേ നമ്മൾ. നമുക്ക് കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെയാ പാമ്പർ ചെയ്ത് സ്നേഹിച്ചു കൊണ്ട് നടക്കുന്നത്, അതുപോലെയാണ് യൂണിവേഴ്സിന് നമ്മള്. ആര് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളെ ഓരോ നിമിഷം കാണുന്നുണ്ട്, നയിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു വരണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് ഇപ്പൊ ടീച്ചറമ്മയിലൂടെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഞാൻ പറഞ്ഞു തരുന്നതായിട്ട് നിങ്ങൾ കരുതണ്ട കേട്ടോ. യൂണിവേഴ്സ് നിങ്ങൾക്ക് ടീച്ചറമ്മയിലൂടെ പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ യൂണിവേഴ്സിൽ അടിയുറച്ച് വിശ്വസിക്കുക. എന്റെ കൂടെ എന്റെ പ്രപഞ്ച ശക്തിയുണ്ട്, എങ്ങനെയാണെന്നറിയില്ല, എനിക്കൊരു വഴി യൂണിവേഴ്സ് തെളിയിച്ചു തരും. യൂണിവേഴ്സിന് അത്രയും മുറുകെ പിടിക്കാം. നമ്മൾ ഡെറ്റ് ക്ലിയർ ആയി കഴിയുമ്പോൾ മെല്ലെ മെല്ലെ നമുക്ക് ഓരോരോ ലക്ഷ്യങ്ങളും മാനിഫെസ്റ്റ്. പലരും ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് കിടക്കും, പക്ഷെ അടുത്ത സൈഡിൽ കൂടെ ആവശ്യമില്ലാത്ത ചെലവുകൾ വരുത്തി അത് വർദ്ധിക്കുന്നതായിട്ട് കാണാം. നമ്മൾ അങ്ങനെയുള്ളൊരു സ്വഭാവം നിർത്തിയിട്ട് എന്ത് ചെയ്യണം? ഇത് എനിക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റും, ഇതിന് ഞാൻ എന്ത് മാർഗം കണ്ടെത്തും എന്ന് ഓർത്ത് വിഷമിക്കാതെ യൂണിവേഴ്സിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ട് യൂണിവേഴ്സിനോട് പറയാ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മുറിയിൽ പോയിട്ട് സറണ്ടർ ചെയ്ത് നിങ്ങൾ സാഷ്ടാംഗം പ്രണമിച്ച് യൂണിവേഴ്സിനോട് പറയാ, യൂണിവേഴ്സ് എനിക്കൊരു വഴി കണ്ടെത്തി തരും, എനിക്കിത് കംപ്ലീറ്റ് ആയിട്ട് വിട്ടിട്ട് എനിക്ക് എത്രയും പെട്ടെന്ന് ടീച്ചർമ്മയുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യണം, അതിനുവേണ്ടി എനിക്കൊരു വഴി കണ്ടെത്തി തരും. ഇറങ്ങിത്തിരിക്കെ ചിന്തിക്കും എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിനുവേണ്ടി റിസർച്ച് ചെയ്യും. യൂട്യൂബിൽ ആവശ്യമില്ലാത്ത വീഡിയോസ് കണ്ട് സമയം കളയാതെ എനിക്ക് എങ്ങനെയൊക്കെ എനിക്ക് നല്ലൊരു വരുമാന മാർഗം കണ്ടെത്തി തരാമെന്നും പറഞ്ഞ് ജെനുവിൻ ആയിട്ടുള്ള മാർഗങ്ങളിലേക്ക് പോകും. ആവശ്യമില്ലാതെ ആൾക്കാർ പണം സമ്പാദിക്കുക അത് ചെയ്ത് ഇങ്ങനെയുള്ള ഷോർട്ട് കട്ട് മെത്തേഡ്സും ആരും നമുക്ക് വെറുതെ പൈസ തരില്ല അല്ലെ. നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തെങ്കിലേ പറ്റും. അപ്പൊ നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള മാർഗത്തിലൂടെ പണം സമ്പാദിക്കാനായിട്ട് ശ്രമിക്കുക. പ്രപഞ്ചം തീർച്ചയായിട്ടും നമുക്കൊരു വഴി കാട്ടിത്തരിക തന്നെ ചെയ്യും. നമുക്ക് ഈ നിമിഷം വരെ യൂണിവേഴ്സ് തന്നിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി പറയുക. യൂണിവേഴ്സ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാവരും എത്രയും പെട്ടെന്ന് ഫിനാൻഷ്യൽ ഡെപ്റ്റ് ക്ലിയർ ചെയ്ത് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സിൽ മറികടന്ന് ഫിനാൻഷ്യൽ സക്സസിലേക്ക് എത്തണം എന്നാണ് യൂണിവേഴ്സും ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടീച്ചറമ്മയും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും അപ്ലൈ ചെയ്ത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ക്ലിയർ ചെയ്യാൻ കഴിയട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട് സർക്കിളിലോ ഒക്കെ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോസ് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാനായിട്ട് പറയുക. ഞാൻ ഇതുപോലുള്ള ഓരോ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കണക്റ്റഡ് ആയിരിക്കുക. നമ്മുടെ മെഗാ മീറ്റപ്പ് ഗ്രൂപ്പിൽ മെമ്പർ അല്ലാത്തവർ മെഗാ മീറ്റപ്പ് ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആകുക. ഇനി നമ്മുടെ സിൽവർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ടീച്ചറമ്മയുടെ പേഴ്സണൽ സെക്രട്ടറി മിനിയുടെ നമ്പർ ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ഇന്ന് 9 മണിക്കാണ് നമുക്ക് 9 PM ബാച്ച് ഉള്ളത്. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മിനിയുടെ നമ്പർ അറിയാലോ, 9526549978 എന്ന നമ്പറാണ് കേട്ടോ. അപ്പോ എല്ലാവർക്കും ടീച്ചറമ്മയുടെ ബ്ലെസ്സിങ്സ് എത്രയും പെട്ടെന്ന് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സിനെ മറികടന്ന് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ കഴിയട്ടെ കേട്ടോ. ലവ് യു.